ഹലോ ഗൈസ്, നമ്മുടെ സൗത്ത് ഇന്ത്യ സൈഡിലോട്ട് അവിടെ നോക്കണ്ട, നമ്മുടെ മോളിവുഡ് സൈഡിലോട്ട്, നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അവിടെ നോക്കണ്ട 130 crore ബഡ്ജറ്റുള്ള പാട്രിയോട്ട് മോഹൻലാലും മമ്മൂട്ടി ഒന്നിച്ചു കൂടുന്ന ഒരു ബ്രഹ്മാണ്ഡ സിനിമയുടെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ റിയാക്ഷൻ നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം, ആരും പോകരുത്. അതിൽ പടത്തിലുള്ളത് നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്ക ബോബൻ, എന്തു വേണം, പിന്നെ ഡയറക്ടർ ബൈ മഹേഷ് നാരായണൻ, പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, മാലിക്കും അതുപോലെ ടേക്ക് ഓഫ് പടം ഡയറക്ട് ചെയ്ത ഡയറക്ടറാണ്. ഒരു പവർ പാക്ക് സാധനമാണ്. 130 crore അംബീഷ്യസ് പടമാണ് ഇത്. ഒരിക്കലും എനിക്ക് പേടിയുള്ള ഇപ്പം എന്താ പറയുക, 130 crore നമ്മൾ സിനിമ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് കയറും 120, 100 ഇപ്പോൾ ആപ്ലിക്കേഷനിൽ കൂടെ കയറി 60, 70 കാണുന്നുണ്ട്. അതായത് ഓഫറും ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പല സെലിബ്രിറ്റീസൊക്കെ അതിനുള്ള പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കറിഞ്ഞൂടാ. എന്നിരുന്നാലും നമ്മൾ കയറുന്ന സിനിമ ടിക്കറ്റിൻ്റെ റേറ്റ് കൂട്ടാതെ ഇരുന്നാൽ മതിയായിരുന്നു. 130 crore ഒക്കെ അല്ലേ, അറിയാതെ ഒരു 10 രൂപ കൂട്ടിപ്പോയാലും സാരമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ പടമാണ്, എന്താകും എന്നുള്ളത് അറിയത്തില്ല, പൊളിറ്റിക്കൽ രാഷ്ട്രീയം. പക്ഷെ അതിലൊന്നും വലിയ സീൻ ഉണ്ടാകില്ല. മോഹൻലാൽ ഒരു കേണൽ റഹീം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. മോഹൻലാൽ അല്ലേലും ഒരു കേണലാണ്. മമ്മൂട്ടി ഡോക്ടർ ഡാനിയൽ, ഡോക്ടറാണ്. ഏത് ടൈപ്പ് ഡോക്ടറാണ് ഒന്നും അറിയത്തില്ല. എന്നിരുന്നാലും വെച്ച് നീട്ടില്ല, നമുക്ക് ആ ബിഹൈൻഡ് ദ സീൻ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് കം ഓൺ. ഓക്കേ, റെഡി, സ്റ്റാൻഡ് ബൈ. ഒമ്പോ ശ്രീലങ്കയിലാണ് കേട്ടോ. റോൾ ക്യാമറ. ആക്ഷൻ. அந்த ஷாட் அதுக்கு அப்புறம் தான் வருது. ഫൈറ്റർ ജെറ്റ് ഒക്കെ പോലും. ഇതെന്താണ് യുദ്ധം? പൊളിച്ച് ഫൈറ്റർ ജെറ്റിലൊക്കെ ഇതെങ്ങോട്ട് പോകുന്നു? ഇതെന്താ വേൾഡ് വാറല്ലോ ആണോ? ഇങ്ങേർക്ക് ഇത് വല്ല ഓടിക്കാൻ വല്ലതും അറിയോ? സലിംകുമാർ കയറി മറ്റേ സ്റ്റേഡിയം മൂസലെ പോലെ ഇരിക്കുമായിരിക്കും. ഓ മോനെ, ബിഹൈൻഡ് ദ സീൻ വോളിയം 1 ആണ് കേട്ടോ. എന്താണ് സീൻ, എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്? ഒരു ബിഹൈൻഡ് ദ സീൻ 1 മിനിറ്റിന്റെ സംഗതിയാണ്. അതിൽ പോലും ഈ ബഡ്ജറ്റ് ഒരു സിനിമ നമ്മുടെ മോളിവുഡ് ചരിത്രത്തിലില്ല. നമ്മൾ ഓർക്കണം, 100 കോടിയൊക്കെ ഒരു സിനിമ കടന്നു എന്ന് നമ്മൾ പറയും ബോക്സ് ഓഫീസിൽ. ഇത് അങ്ങനല്ല, ഇത് 130 കോടി ഓൾറെഡി പണം മുടക്കിയിരിക്കുവാണ്. അപ്പോൾ ഇതിന്റെ വരുമാനം, ഇതിന്റെ ബോക്സ് ഓഫീസ് റവന്യൂ എത്ര ആയിരിക്കും ഇവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? ഹൈ ഏണിങ് തന്നെ ആയിരിക്കും, അതിനുള്ളത് ഉണ്ടായിരിക്കും പടത്തിൽ. എന്തായാലും ഇത് ഒരു രക്ഷയില്ല. ഫഹദ് ഫാസിലൊക്കെ ഫൈറ്റർ ജെറ്റ് ഒക്കെ ഓടിക്കുന്നു. ഇതൊക്കെ എന്താകുമോ എന്തോ. ചരിത്രമാണ് ഇത്, ചരിത്രമാണ് മിക്കവാറും.